ഏവർക്കും നാഷണൽ അക്കാദമിയിലേക്ക് സ്വാഗതം. നിങ്ങൾ NOSന്റെ +2 ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട ഒരു വിഷയമാണ് ഏത്? സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ സോഷ്യോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾ കേൾക്കുകയോ ഭയപ്പെടുകയോ ചെയ്യേണ്ട വിഷയമല്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയാണ് സോഷ്യോളജി എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് സോഷ്യോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിനെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ അതിനെ ഒന്ന് വീക്ഷണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എത്ര സിമ്പിളായ രീതിയിൽ നമുക്ക് എങ്ങനെ പഠിച്ചെടുക്കാം എന്നതിനെ മനസ്സിലാക്കാൻ, അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ളത് ആൻ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി എന്നുള്ളതാണ്. അല്ലെ, സോഷ്യോളജിയുടെ ഉത്ഭവത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ എന്തുന്നത് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ വരുന്നത് എന്ന് പറയുന്നത് എന്താണ്? സോഷ്യോളജിയുടെ അർത്ഥത്തെ വിശദീകരിക്കുക, അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിന്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കുക, സാമൂഹ്യശാസ്ത്രത്തിന്റെ വീക്ഷണകോണുകൾ ഏതെല്ലാം എന്നുള്ളതിനെ ചർച്ച ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സാമൂഹ്യശാസ്ത്രത്തിന്റെ പ്രസക്തികൾ എന്തെല്ലാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ചർച്ച ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, നമുക്കറിയാം സോഷ്യോളജി എന്ന് പറയുമ്പോൾ അല്ലെ, ജനസഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യ സമൂഹങ്ങളെ കുറിച്ചും മനുഷ്യ സംഘങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാം വിമർശനാത്മകമായി വിലയിരുത്തുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും സാമൂഹിക പെരുമാറ്റ ശൈലികളെ നമ്മൾ സമഗ്രമായി പ്രതിപാദിപ്പിക്കുന്ന ഒരു പഠനശാഖ കൂടിയാണ് ഇത് സോഷ്യോളജി അല്ലെ. അതിൻ്റെയാണ് നമ്മൾ സോഷ്യോളജി നിർമ്മിക്കാൻ തുടങ്ങിയത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സോഷ്യോളജി എന്നുള്ള ശാസ്ത്രം, സോഷ്യോളജി നമ്മൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള, നമുക്കറിയാം ഈ സോഷ്യോളജിയുടെ നിർമ്മാതാവ് എന്നുള്ള ഫ്രഞ്ച് തത്വചിന്തകനായിട്ടുള്ള ആരാണ്? അഗസ്തേ കോംതെയാണ്. 1830 പുതുതായി അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഒരു സോഷ്യോളജി എന്നുള്ള ശാസ്ത്രശാഖക്ക് എന്ത് ചെയ്തു, അദ്ദേഹം തുടക്കം കുറിച്ചത് എന്നുള്ളതാണ്. ഈ ഒരു പാഠത്തിൽ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രസക്തമായിട്ടുള്ള ഭാഗമാണ് ഇവർ മുന്നോട്ട് വെച്ച എന്താണ് സോഷ്യോളജിക്ക് നിർവചനങ്ങൾ അവർ നൽകിയത് എന്ന് വെച്ചാൽ, അഗസ്തേ കോംതെയും സോഷ്യോളജി നിർമ്മിക്കാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള, സോഷ്യോളജി നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുൻഗണന നൽകിയിട്ടുള്ള രണ്ടുപേരാണ്. ഒന്ന് നമുക്കറിയാം സോഷ്യോളജിയുടെ പിതാവായ അഗസ്തേ കോംതെയും അതുപോലെ തന്നെ എമിലി ഡർക്കീം എന്നുള്ളതും. അപ്പോ അവർ മുന്നോട്ട് വെച്ചത് എന്ന് വെച്ചാൽ, അവർ സോഷ്യോളജിയെ കുറിച്ച് പറഞ്ഞത് എന്ന് വെച്ചാൽ, അചഞ്ചലമായ പ്രകൃതി നിയമങ്ങൾക്ക് വിധേയമായ സാമൂഹ്യ പ്രതിഭാസത്തിന്റെ ശാസ്ത്രമാണ് സോഷ്യോളജി എന്നാണ് അഗസ്തേ കോംതെ പറഞ്ഞത്. അതുപോലെ എമിലി ഡർക്കീം പറഞ്ഞ സാമൂഹ്യ സ്ഥാപനങ്ങളുടെ ഒരു ശാസ്ത്രം കൊണ്ടാണ് സോഷ്യോളജി എന്നാണ് നമ്മുടെ എമിലി ഡർക്കീം സോഷ്യോളജിയെ വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസുകൾ. നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലെ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ പാഠത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യമാണ് സോഷ്യോളജി എന്നാൽ എന്ത്, അല്ലെ? അപ്പോ സോഷ്യോളജി എന്ന് പറയുമ്പോൾ ശാസ്ത്രീയപരമായും അടിസ്ഥാനപരമായും സാമൂഹ്യ ബന്ധങ്ങളെ വിവരിക്കുന്ന ഒന്നാണ് സോഷ്യോളജി എന്നുള്ളത്. മനുഷ്യ ബന്ധങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവുകളെ നമുക്ക് എന്താണ്, അല്ലെങ്കിൽ അറിവുകളുടെ സമാഹാരമാണ് സോഷ്യോളജി എന്ത് ചെയ്യാം, നമുക്ക് പറയാൻ പറ്റും. അപ്പൊ സോഷ്യോളജി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കുറഞ്ഞ വാക്കുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിശദീകരിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ് സാമൂഹ്യശാസ്ത്രത്തിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രത്തിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്. ഒരു ശുദ്ധമായിട്ടുള്ള ഒരു ശുദ്ധശാസ്ത്രമാണ് സോഷ്യോളജി എന്നുള്ളത്. എന്നാൽ പ്രയോഗശാസ്ത്രമല്ല സോഷ്യോളജി. അതുപോലെ തന്നെ ഒരു അമൂർത്ത ശാസ്ത്രമാണ് സോഷ്യോളജി എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോഷ്യോളജി അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രം ചർച്ച ചെയ്യുന്ന യുക്തിസവും അനുഭവസിദ്ധവുമായിട്ടുള്ള ശാസ്ത്രമാണ് സോഷ്യോളജി. കാരണം നമ്മുടെ അനുഭവത്തിൽ നിന്നും നമ്മളിൽ നിന്നും കണ്ടെടുക്കുന്ന കാര്യങ്ങളെയാണ് സോഷ്യോളജി എന്ത് ചെയ്യുന്നത്, പഠനത്തിന് വിധേയമാക്കുന്നത് എന്നുള്ളതാണ്. ഇതുപോലെയുള്ള ധാരാളം ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ വൺ വേർഡ് ക്വസ്റ്റ്യൻസുകളും അടങ്ങിയിട്ടുള്ള വലിയൊരു മേഖല തന്നെ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്കുകളാണ് നാഷണൽ അക്കാദമിക്ക് കീഴിൽ നമ്മൾ നൽകപ്പെടുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ബാങ്കുകളും നമ്മൾ നമ്മുടെ നാഷണൽ അക്കാദമി ആപ്പിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകുന്നു. നിങ്ങൾ NOSന്റെ +2 പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നാഷണൽ അക്കാദമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ഓക്കെ, താങ്ക് യു.